ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ മല്ലി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് വളരുമോ എന്നുള്ളത്. കാരണം ഞാൻ മുന്നേ മൈക്രോ ഗ്രീൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് മല്ലിയും കൂടെ ചെയ്ത് നോക്കിയത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു പിടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു 12 hours വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 12 മണിക്കൂറിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് വിത്ത് ഇടണം. ചകിരിച്ചോറ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണും കുറച്ച് പൂഴിയും മിക്സ് ചെയ്തിട്ടുള്ളത് എടുക്കാം. മണ്ണിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അതിനെ സ്പ്ലിറ്റ് ആവാത്ത മല്ലീനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം സ്പ്ലിറ്റ് ആയാലാണ് അത് പെട്ടെന്ന് വളരുക എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിന് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണിട്ടിട്ട് ഞാൻ മൂടി വയ്ക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, സാധാരണ വിത്തുകളൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് മുളയ്ക്കാറുണ്ട്. ഇത് അനക്കം ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച ഓൾമോസ്റ്റ് ഒരു 7-8 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു മുള വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇത് ശരിക്കും കറിയിലിടാൻ വേണ്ടി വാങ്ങിച്ച മല്ലിയാണ് ഞാൻ മുളപ്പിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇതിന് അനക്കമില്ല. ഇതിപ്പം 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഓരോന്നായിട്ട് മുളയ്ക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണ്. കാരണം വെച്ചാൽ 7 ദിവസം കഴിഞ്ഞ് മുളച്ചു, പിന്നെ കുറേ ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും ആയത്. ഇതിപ്പോൾ ഇത്രയും കാണുന്നത് ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഇതാണ് 1 മാസം കഴിഞ്ഞിട്ടുള്ള ഈ മല്ലിയുടെ വളർച്ച എന്ന് പറയുന്നത്. ഒരു 1.5 മാസം 2 മാസമൊക്കെ ആയപ്പം ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും ഇട്ടിട്ടില്ല, വെള്ളം കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.